ഹായ് ഹലോ മക്കളെ, ഹൗ ആർ യു? സുഖമാണോ? അപ്പൊ നമ്മള് എവിടെയാ നിർത്തിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്നെ തന്നെ ഓർമ്മയുണ്ടാവില്ല അല്ലേ, പിന്നെ എവിടെയാ നിർത്തിയെന്ന് എങ്ങനെയാ അറിയാ? ഓക്കെ, വായിച്ച് പഠിച്ചിട്ടൊക്കെയാണോ ഇരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കൊക്കെ നോട്ടൊക്കെ എടുത്ത് വെക്കൂ, നമുക്ക് ബാക്കി പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രോട്ടീൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അമിനോ ആസിഡ്സ് എന്താന്ന് കണ്ടു. ദർ ആർ 20 അമിനോ ആസിഡ്സ് ഉണ്ട് കണ്ടു. There are 2 types of amino acid on the basis of എന്താണ് അവൈലബിലിറ്റി ഇൻ ദ ബോഡി ആൻഡ് ത്രൂ ദ ഡയറ്റ് ഒക്കെ വെച്ച് നമ്മൾ പറഞ്ഞു. എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ ഒക്കെ പറഞ്ഞു. പിന്നെ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് പറഞ്ഞു. ഡൈപെപ്റ്റൈഡ് എന്താന്നും പെപ്റ്റൈഡ് ബോണ്ട് എന്താന്നും പോളിപെപ്റ്റൈഡ് എന്താന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം നമുക്കറിയാം അമിനോ ആസിഡുകളുടെ കോമ്പിനേഷൻ ആണ് പ്രോട്ടീൻസ്. n യൂണിറ്റ്സ് ഓഫ് അമിനോ ആസിഡ് ചേരുന്ന പ്രോട്ടീൻ, ദാറ്റ് ഇസ് പോളിപെപ്റ്റൈഡുകൾ ആ പ്രോട്ടീൻസ് അല്ലെ? ഇന്ന് നമുക്ക് പ്രോട്ടീന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മോളിക്കുലാർ ഷേപ്പ്. ഞാൻ പറയണ്ട, ഇതിൽ മോസ്റ്റ് ഓഫ് ദ എന്താ പറയാ സ്റ്റുഡൻസും ബയോളജി പഠിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഞാനിതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ബയോളജി പഠിക്കാത്തവർ ഇതൊന്നും നന്നായി വായിച്ചു പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം അവരുടെ മോളിക്കുലാർ ഷേപ്പ്, നമുക്ക് ആ കാണുന്ന ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞ പോലെ തന്നെ there are 2 types, that is fibrous protein and globular protein അല്ലെ? ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും ഏകദേശം ആ പേര് പോലൊക്കെ തന്നെ വിചാരിച്ചാൽ മതി. അപ്പൊ ത്രെഡ് ലൈക്ക് ആണ് അല്ലെ? ഇങ്ങനെ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ത്രെഡ് ലൈക്ക് ഫൈബർ പോലെ ഒന്നൊന്നേൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ആണ് ഫൈബ്രസ് പ്രോട്ടീനും. പിന്നെ സ്പെറിക്കൽ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻസും അല്ലെ? ഓൾമോസ്റ്റ് സ്പെറിക്കൽ ഷേപ്പിൽ കാണാൻ പറ്റുന്നതാണ് ഗ്ലോബുലാർ പ്രോട്ടീനും. അപ്പൊ നമുക്ക് ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കാം മക്കളെ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒന്നൊന്നേ ചേർത്താ വെച്ചിരുന്നത്. they runs parallel and held together by hydrogen and bond and disulfide bond ആണ്. ഓക്കെ, ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആണ്. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എന്താ ഇങ്ങനെയല്ലേ വരിക ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയുമ്പം അല്ലേ? കണ്ടോ, ഇങ്ങനെ ഫൈബർ പോലെ. എന്നിട്ട് ഇതിനിടയ്ക്ക് എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും, ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാവും. ഓക്കെ, എനിവേ സോ ദിസ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻ അല്ലെ? അപ്പൊ എന്താണ്, ദീസ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് റൺ പാരലൽ ആണ്, ഒന്നൊന്നിന് പാരലൽ ആയിട്ട് പോവുകയാണ് ചെയ്തത്. ആൻഡ് ദേ ഹെൽഡ് ടുഗെദർ ബൈ ഡൈസൾഫൈഡ് ബോണ്ട് ആൻഡ് എന്താണ് ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംഭവം ക്ലിയർ അല്ലേ? അല്ലെ? ഇനി ദീസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം നിങ്ങൾ. ദീസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ കേട്ടോ. ഇൻസോലുബിൾ ഇൻ വാട്ടർ. നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ത്രെഡ് പോലെ ഒരു ഫൈബർ ലൈക്ക് സ്ട്രക്ചറാ കാണുന്നത്. പക്ഷെ അവൻ എന്താണ്? ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കെരാറ്റിൻ അല്ലെ? കെരാറ്റിൻ ദാറ്റ് പ്രസന്റ് ഇൻ ഹെയർ, വൂൾ ആൻഡ് സിൽക്ക്. ആൻഡ് മയോസിൻ ദാറ്റ് പ്രസന്റ് ഇൻ മസിൽസ് ആണ് കേട്ടോ. മയോസിൻ പ്രസന്റ് ഇൻ മസിൽസ് ആണ്. സോ കെരാറ്റിൻ പ്രസന്റ് ഇൻ ഹെയർ, വൂൾ ആൻഡ് സിൽക്ക് ആൻഡ് മയോസിൻ പ്രസന്റ് ഇൻ മസിൽസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഫൈബ്രസ് പ്രോട്ടീൻ കേട്ടോ. ഫൈബർ പോലെ ഇങ്ങനെ എന്താണ് ഒന്നൊന്നിന് പാരലൽ ആയിട്ട് പോവുകയാണ്. അമ്മാരെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബോണ്ട് വേണം, അല്ലെങ്കിൽ വിട്ടുപോവില്ലേടാ മക്കളെ. അപ്പൊ അത് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള ഏതെങ്കിലും എലമെന്റും തമ്മിലുള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക അല്ലെ? ഇപ്പൊ നമ്മൾ കണ്ടു പ്രോട്ടീൻസ് എല്ലാം എന്താണ്? പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. സോ ലെറ്റ് us കൺസിഡർ ദിസ് ഇസ് എൻ അമിനോ ആസിഡ്സ്. എവിടെ നോക്കിക്കേ, ഇപ്പൊ എന്താണ് C ഡബിൾ ബോണ്ടോ ഇങ്ങോട്ടും NH ഇങ്ങോട്ട്, H ഞാൻ താഴേക്കും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സോ അടുത്തതിനും എന്തുണ്ടാവുന്നുണ്ട്? ഇതേപോലത്തെ ഒരു എന്താ അമിനോ ആസിഡ്സ് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? നോക്കൂ, ഇതല്ലേ നമ്മുടെ റൺ പാരലൽ എന്നല്ലേ? അപ്പൊ ഇവര് തമ്മിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഞാൻ മുകളിലേക്ക് അത് വരച്ചിരിക്കുന്നത്, താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കേട്ടോ, രണ്ടെണ്ണം ഒരിടത്തേക്ക് വരില്ല കേട്ടോ മക്കളെ. ഇത് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള സ്പീഷീസും തമ്മിലുള്ള ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞത്. ഇത് മുകളിലേക്കാണ് നിൽക്കുക കേട്ടോ. ഇത് മുകളിലേക്ക്, മറ്റേത് താഴേക്കുമായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത ചെയിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കണ്ടേ അല്ലെ? ഇവിടെ C ഡബിൾ ബോണ്ടോ ഇങ്ങോട്ടും, H ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ഇങ്ങനെ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെയാ വരുന്നത് ഞാൻ കാണിച്ചു തന്നാണ്. ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള, അതായത് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരുമായിട്ടുള്ള ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട്. സ്ട്രോങ് ബോണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സിനെക്കാട്ടിലും കുറച്ച് സ്ട്രെങ്ത് ഉള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് ഒക്കെ വെച്ചല്ലേ നമ്മൾ പറയുന്നത് ദ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ് അല്ലെ? ഇതൊക്കെ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. പിന്നെ സോലുബിലിറ്റി ഓഫ് സർട്ടൻ
important substance in water, അല്ലെ? So they can make hydrogen bond with the water ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, അല്ലെ? ഇനി രണ്ടാമത്തെ പ്രോട്ടീൻ ആണ് ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ് കേട്ടോ. കോയിൽ അറൌണ്ട് ടു ഗിവ് എ സ്പെറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ പോളിപെപ്റ്റൈഡ് ചെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഇനി ലോങ് ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതിന് പകരം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ബോള് പോലെ സ്പെറിക്കൽ ആയിട്ട് മാറുക ചെയ്യുന്നത്, ഒന്നിങ്ങനെ കോയിൽ ചെയ്യുക ചെയ്യുന്നത്. സോ എന്താണ്, കോയിൽഡ് അറൌണ്ട് ടു ഗിവ് എ സ്പെറിക്കൽ ഷേപ്പ്. ദേ ആർ യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ. ഇവരുടെ വലിയ പ്രത്യേകതയാണ്. അപ്പൊ ആദ്യത്തെ ആൾക്കാർ എന്താണ്, ഫൈബ്രസ് പ്രോട്ടീൻ ഇൻസോലുബിൾ ഇൻ വാട്ടറും, ഗ്ലോബുലാർ പ്രോട്ടീൻ എന്താണ്, they are soluble in water. So insulin and albumin are examples of globular proteins. Okay, അപ്പം പ്രോട്ടീന്റെ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ അവിടെ തന്നിരിക്കുന്നത് ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. സോ ഗ്ലോബുലാർ പ്രോട്ടീൻ എക്സാമ്പിൾ ആരൊക്കെയാണ്, ഇൻസുലിൻ, എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അല്ലെ. ഡയബറ്റിക്സ് ഒക്കെ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. നിങ്ങളൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡ് തന്നെയാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞത്. ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ ആർ കോമൺ എക്സാമ്പിൾസ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഓക്കെ, ക്ലിയർ അല്ലേ സംഭവം, അല്ലെ? ഇനി നമുക്ക് എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാല്, പ്രോട്ടീൻ കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായ സ്ട്രക്ചറിന് ഡിഫറെന്റ് ലെവൽ ഉണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. ഇതുണ്ടോ, ദ സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് പ്രോട്ടീൻ ക്യാൻ ബി സ്റ്റഡീഡ് അറ്റ് 4 ഡിഫറെന്റ് ലെവൽസ്. നമ്മൾ ഈ സിംപ്ലി ഈ എന്താണ് ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും ഒന്നും പറയുന്നതല്ല പ്രോട്ടീന്റെ സ്ട്രക്ചർ. കുറച്ചും കൂടെ ഡെപ്തിലുള്ള സ്ട്രക്ചർ പ്രോട്ടീൻ ഉണ്ട്. 4 ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രക്ചർ ആ പ്രോട്ടീന് കാണാൻ പറ്റുന്നത്. ദേ ആർ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ പടങ്ങളൊക്കെ വെക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പിക്ചർ കണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ മക്കളെ, പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ കളറൊക്കെ വെച്ചിട്ട് കാണിച്ചിരിക്കുന്ന പെപ്റ്റൈഡ് ബോണ്ടുകൾ അല്ലെ, NHCO ബോണ്ടുകൾ, അമൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് എന്നാ പറയുന്നത്. സോ ഇതുണ്ട്, Nൽ സ്റ്റാർട്ട് ചെയ്ത് N ടെർമിനൽ അമിനോ ആസിഡ്സും അത് എൻഡ് ചെയ്യുന്ന C ടെർമിനൽ കാർബണൈൽ ആയതുകൊണ്ട് C ടെർമിനൽ അമിനോ ആസിഡ് ഉണ്ട്. Nൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് N ടെർമിനൽ എന്നും ഇത് അവസാനിച്ചുകൊണ്ട് C ടെർമിനൽ ആ വന്നിരിക്കുന്നത്. മക്കൾ എങ്ങനെ കണ്ടോ, ബോൾ പോലെ ഒരു ജോയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇതൊരു പെപ്റ്റൈഡ് ബോണ്ട് ആയിട്ടാണ്. മറ്റേ മഞ്ഞ കളർ വെച്ചിരിക്കുന്ന പെപ്റ്റൈഡ് ആണ് കേട്ടോ. അപ്പൊ 5-6 പെപ്റ്റൈഡ് ബോണ്ട് ഒന്നിച്ചൊന്നും വരില്ല. ഇത് കളർ വെച്ചപ്പോൾ മാറിപ്പോയതാണ്, ബൈ മൈ മിസ്റ്റേക്ക്. ഇതിനകത്ത് എന്താ വന്നിരിക്കുന്നത്, എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ പെപ്റ്റൈഡ് ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടോ അമിനോ ആസിഡുകളുടെ കോമ്പിനേഷൻ ആണ്. പിന്നെ ആ യെല്ലോ കളറിൽ വെച്ചിരിക്കുന്ന പെപ്റ്റൈഡ് ബോണ്ടുകളാണ്. NHCO ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീന്റെ പ്രത്യേകത എന്താണ് മക്കളെ, ഇങ്ങനെ ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഗ്ലൈസിൻ, അലാനിൻ അല്ലെ, വലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ എന്നൊക്കെ പറഞ്ഞ അമിനോ ആസിഡുകൾ ഇങ്ങനെ ഒന്നൊന്നേൽ ഇങ്ങനെ സ്ട്രച്ച് എന്താണ് അമിനോ ആസിഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഒരു ലീനിയർ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതുണ്ട്, വെറുതെ ഇങ്ങനെ നേരെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിന്റെ പേരാണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ഇനി പ്രോട്ടീന്റെ രണ്ടാമത്തെ സ്ട്രക്ചർ ആണ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കുമോ നിങ്ങൾ, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നമ്മൾ മുമ്പ് കണ്ടമാതിരിയുള്ള സ്ട്രക്ചർ അല്ല സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനകത്ത്. ആക്ച്വലി സെക്കൻഡറി സ്ട്രക്ചർ പ്രൈമറിനെക്കാട്ടിലും അല്പ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്. നോക്കൂ, സോ ഇത് കണ്ടോ നിങ്ങൾ നോക്കിയേ, ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും എന്താണ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും ആണ് കേട്ടോ. സോ ദർ ആർ 2 സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻ, ദാറ്റ് ഈസ് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റ്സും. പ്ലീറ്റ് ഇൻ ദ സെൻസ് സാരിയുടെ ഒക്കെ പ്ലീറ്റ് എടുക്കുന്ന പ്ലീറ്റ്സ് എന്നാ പറയുന്നത്. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തുന്ന സാധനം ഇല്ലേ, ഇങ്ങനെ നുറിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കില്ലേ, അത് പ്ലീറ്റ്സാ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, കർട്ടൻ, ഡ്രാപ്പറി അല്ലെ, അടിവശം നിങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ശ്രദ്ധിച്ച് അല്ലെ, ഇങ്ങനെ കർട്ടൻ്റെ, ഞാൻ നിൽക്കുന്ന റൂമിൽ കർട്ടൻ ഉണ്ട്, അത് ഞാൻ കർട്ടനിലേക്കാണ് നോക്കിയത് കേട്ടോ. ഓക്കെ, അവിടെ ഇങ്ങനെ കർട്ടൻ കിടപ്പുണ്ട്, ഇങ്ങനെ ഞുറിഞ്ഞല്ലേ വെച്ചിരിക്കുന്നത് അല്ലെ, അതും എന്താണ്, അതാണ് പ്ലീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്ലീറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാ. അപ്പൊ ആക്ച്വലി സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. പിന്നെ ലുക്ക് അറ്റ് ദ മോളിക്യൂൾ, നോക്കിയിടാ മക്കളെ, ഇത് കണ്ടോ, ഈ ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാം എന്താണ്, ഹൈഡ്രജൻ ബോണ്ടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു മുമ്പ് ഞാൻ പറഞ്ഞത് വെച്ചിട്ട്. ഇവൻ ഹെലിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ നോക്കൂ, ഇതുണ്ടോ, മുകളിലത്തെ C ഡബിൾ ബോണ്ടും താഴത്തെ NHലെ Hഉം കൂടെ, ഇതുണ്ടോ ണ്ടോ. അല്ലെങ്കിൽ ഈ ഹെലിക്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുവോ, അഴിഞ്ഞു പോവില്ലേ ഹെലിക്സ് ഒക്കെ അല്ലെ. അപ്പൊ ആക്ച്വലി ഈ സ്ട്രക്ചർ കിട്ടണമെങ്കിൽ എന്ത് വേണം മക്കളെ, ഇടയ്ക്കൊരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്ട്രക്ചറിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിനകത്ത് എന്തുണ്ട്, ഇതുണ്ടോ, ഹൈഡ്രജൻ ബോണ്ടാണ് നിറച്ചുള്ളത് ഉണ്ടോ. ഇങ്ങനെ ഫോൾഡബിൾ ആണ് കണ്ടോ, ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കൂട്ടി പിടിക്കാമെങ്കിൽ ഇങ്ങനെ ഒട്ടി വരും കണ്ടോ. ഇങ്ങനെ കർട്ടന്റെ ഒക്കെ അവിടെ നിന്ന് ഒരറ്റത്തൊന്ന് മറ്റേറ്റത്തേക്ക് പിടിക്കും, ഇങ്ങനെ വരില്ലേ അല്ലെ, ഉണ്ടോ, പ്ലീറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത് അല്ലെ. അപ്പൊ അത്
ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ഇത് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറുമാണ്. അപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് സ്ട്രക്ചർ. അപ്പൊ ഒരു ഭാഗം ഹെലിക്സും മറ്റേ ഭാഗം പ്ലീറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, അല്ലാതെ ഇന്റർമിക്സ്ഡ് അല്ല. കുറച്ച് ഹെലിക്സ് പ്ലീറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മേ ബി അറിയില്ല, കുറെ ഹെലിക്സ് പിന്നെ ഒരു പ്ലീറ്റ്, ഹെലിക്സ് കുറെ പ്ലീറ്റ്സ്, അങ്ങനെയാവാം അറേഞ്ച്മെന്റ് കേട്ടോ. അപ്പൊ എനിവേ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും ഉണ്ട്. ദേ ആർ ജോയിൻ ത്രൂ. അപ്പൊ ഈ ഹെലിക്സ് അഴിഞ്ഞു പോകാതെ, പ്ലീറ്റ് അഴിഞ്ഞു പോകാതെ അങ്ങനെ തന്നെ നിർത്തുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ബോണ്ട് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ആണ് കേട്ടോ. സ്ട്രെങ്ത് ഉള്ള ബോണ്ട് അല്ലേ ഹൈഡ്രജൻ ബോണ്ട് അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ സ്ട്രക്ചർ പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെ കുറച്ച് ടൈപ്പ് ഓഫ് ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, അവിടെ പോളാർ ഫോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്നത്. പിന്നെ കോവലൻ ബോണ്ട് കണ്ടോ മക്കളെ, ഡൈസൾഫൈഡ് ബോണ്ട്. നിങ്ങളുടെ ബുക്കിനകത്ത് ഉള്ളതൊക്കെ ഞാനൊരു പിക്ചറായിട്ട് കാണിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ദിസ് ഇസ് എ ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ദാറ്റ്സ് അയണിക് ബോണ്ട് ഉണ്ട്. ഇതുണ്ടോ, പോളാർ ഫോഴ്സുകൾ, ഡൈപോൾ ഇന്ററാക്ഷൻ. ആ വേർഡൊക്കെ കേട്ടില്ലേ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ കെമിക്കൽ ബോണ്ടിങ്ങിൽ കേൾക്കുന്ന വേർഡ്? ഡൈപോൾ ഇന്ററാക്ഷൻ, ഡൈപോൾ എന്നൊക്കെ ഉണ്ടോ. പോളാർ ബോണ്ടുകളുണ്ട്, അയണിക് ബോണ്ടുകളുണ്ട്, ദെൻ കോവലന്റ് ബോണ്ടുകളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മീൻസ് അയണിക് ബോണ്ടാ വന്നിരിക്കുന്നത്. പിന്നെ ഡൈസൾഫൈഡ് ബോണ്ട് അലോങ് വിത്ത് ഹൈഡ്രജൻ ബോണ്ട്, അത് ഡെഫിനറ്റ്ലി അതിനകത്ത് ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ കാരണം നമ്മൾ മുമ്പ് കണ്ടതാണ്, പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒക്കെ, അതായത് ഒരു പ്രൈമറി മറ്റേ പ്രൈമറിയോട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വന്നേ പറ്റുള്ളൂ. ദ സെയിം ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഓൾസോ ക്യാൻ ബി സീൻ ഇൻ ദ ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് അല്ലെ. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ വൂവൻ ചെയ്ത് നമ്മളിങ്ങനെ ചുറ്റുമ്പം കിട്ടുന്ന സ്ട്രക്ചറാണ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. നിങ്ങൾ കൈ ഇങ്ങനെ ഊരി കഴിയുമ്പോഴത്തേക്കും ഒരു ഹോളോ സ്ഫെറിക്കൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അതിലെ ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ലീനിയർ പ്രോട്ടീൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്ലീറ്റും ഹെലിക്കലുമായി മാറിക്കഴിയുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറുന്നുണ്ട്? അത് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനും. ഇനി ഇതിങ്ങനെ എന്താണ്, ഒരു ഹോളോ സ്ഫെറിക്കൽ. ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ഈ കമ്പെടുത്ത് വെച്ചിട്ട്, ഇത് പേനയാണ് എൻ്റെ, ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്ട്രെയിറ്റ് ചെയിനിലിരിക്കുന്ന പ്രോട്ടീൻ ഇങ്ങനെ ചുറ്റണം അല്ലെ. ചുറ്റിക്കഴിഞ്ഞ് ലാസ്റ്റ് ഒരു നോട്ട് ചെയ്തോളൂ. എന്നിട്ട് പേന അവിടെ നിങ്ങൾ റിമൂവ് ചെയ്യോ. സ്ഫിയർ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരു ഹോളോ സ്ഫിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് എ ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. കണ്ടോ മക്കളെ, എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഈ ചുറ്റുന്നതിനിടയ്ക്ക് ഓരോ ചുറ്റലും അടുത്തടുത്ത ആൾക്കാരുമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ബോണ്ടുകളുണ്ട്. ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, മറന്നു പോകല്ലേടാ കുഞ്ഞുങ്ങളെ കേട്ടോ. സോ ദീസ് ആർ അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ്. അപ്പം സെക്കൻഡറിക്കകത്തും ഉണ്ട് കേട്ടോ, വിച്ച് സ്റ്റെബിലൈസ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഹൈഡ്രജൻ ബോണ്ട് മാത്രമേ നമ്മൾ അവിടെ കണ്ടുള്ളൂ. അപ്പൊ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് കോമൺ ആണ്, എന്താണെങ്കിലും ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാതിരിക്കില്ല. പിന്നെ അലോങ് വിത്ത് ഡൈസൾഫൈഡ് ലിങ്കേജ്, എസ് ലിങ്കേജിനാണ് ഡൈസൾഫൈഡ്. പിന്നെ വാണ്ടർവാൾസ് ഫോഴ്സുകളാണ് മക്കളെ, വീക്ക് ഫോഴ്സുകളെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാ വാണ്ടർവാൾസ് ഫോഴ്സ്. ഈ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, ഈ പോളാർ ഫോഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. അയണിക് ബോണ്ട് സ്ട്രോങ് കേട്ടോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ്. സോ അയണിക് ബോണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടോ. സ്ട്രോങ് കോവലന്റ് ബോണ്ട് ആണ് ഡൈസൾഫൈഡ് ലിങ്കേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്തും കൂടി ഉണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട്. നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് വരച്ചില്ലേ, ഹൈഡ്രജൻ ബോണ്ടുകളും ഉണ്ടാവുന്നുണ്ട് കണ്ടോ. ഒന്ന് നോക്കിക്കേ, ഇതുണ്ട്, അത് അഴിച്ച പോലത്തെ ഇതുണ്ടോ, കോയിൽഡ് സ്ട്രക്ചർ കണ്ടോ, ഇതുണ്ടോ നോക്കിക്കേ. ഈ സൈഡില് റൈറ്റ് സൈഡിൽ ഞാൻ കാണിക്കുന്നിടത്തേക്ക് നോക്കൂ മക്കളെ, ഉണ്ടോ. അപ്പൊ അങ്ങനെ ഇത് അഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഇതാണ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. നിങ്ങളുടെ ഇമാജിനേഷൻ ലെവലിലേക്ക് കൊണ്ടുവരും, എന്നാലേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ഇത് ഹീമോഗ്ലോബിന്റെ പടമല്ലേ തന്നിരിക്കുന്നത് അല്ലെ. ബയോക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഹീമോഗ്ലോബിന്റെ പിക്ചർ ആണെന്നുള്ളത്. എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ടോ. 4 ഭാഗങ്ങളല്ലേ ഉള്ളൂ, ആൽഫ ബീറ്റ ഭാഗങ്ങൾ 4ആയിട്ട് തന്നിരിക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ ആൽഫ ബീറ്റ അല്ലെ, ഇത് രണ്ടും ആൽഫ ഇത് രണ്ടും ബീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് എന്താ പറയാ 4 ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞ പോലെ 4 ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എ ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ. മക്കളെ ഞാൻ പറഞ്ഞത് പിടിയിട്ടോടെ. അതായത് മുമ്പ് ഞാൻ ടെർഷ്യറി സ്ട്രക്ചർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി കാണിച്ചില്ലേ, എന്നിട്ട് ഹോളോസ്ഫിയർ ഉണ്ടാക്കും. ഒരു 4 ഹോളോസ്ഫിയർ ഒന്നിച്ച് ചേർന്നിട്ട് ഒറ്റ സ്ഫിയർ ആയിട്ട് മാറുന്ന എന്താ? അതാണ് നമ്മുടെ ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, എന്തുണ്ടാവുന്നുണ്ട്? നമ്മൾ ഈ കണ്ട ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ഉണ്ടാവും അല്ലെ. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. സോ ഇപ്പോഴും
ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ. സോ ബയോളജി സ്റ്റുഡൻസിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്വൈറ്റ് ഈസിയാണ്. മാത്സ് കുട്ടികൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇതൊക്കെ ഒന്ന് വായിക്കണം. സോ ദിസ് ഇസ് അബൌട്ട് ദ ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് മൂവ് ചെയ്തപ്പോഴാണ് കണ്ടത് പ്രോട്ടീന്റെ സ്ട്രക്ചർ ഈ ഫൈബറസ് ഗ്ലോബുലാർ ഒന്നും അല്ല, കുറച്ചും കൂടെ ഇൻഡെപ്ത് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടെന്ന് മനസ്സിലായത്. സോ അലോങ് വിത്ത് ദിസ് എന്താണ് fibrous and globular structure protein എന്തൊക്കെ ഉണ്ടാവും? primary, secondary, tertiary and quaternary structure. So I have shown on the board with all these structures. So look at the left to the right side. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അതുണ്ടോ? primary structure alanine, glycine, serine, valine, leucine, lysine, glycine, valine. കണ്ടോ? റിപ്പീറ്റ് ചെയ്ത് alanine, glycine അങ്ങനെ പോവുക. കണ്ടോ? serine, valine, വീണ്ടും എന്താണ് ലൂസിൻ, പിന്നെ ലൈസിൻ വന്നിട്ട് പിന്നെയും ഗ്ലൈസിൻ, വലൈൻ, ഇങ്ങനെ പോവുക ചെയ്യുന്നത് ഉണ്ടോ. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കുക ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ സ്ട്രക്ചർ ഉണ്ട്, ഒന്നൊന്നേൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ആൽഫ ഹെലിക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അലോങ് വിത്ത് ദ സെക്കൻഡറി സ്ട്രക്ചർ പ്ലീറ്റ്സും കൂടി ഉണ്ട് കേട്ടോ. ഹെലിക്സും പ്ലീറ്റ്സും കൂടി ചേരുന്നതാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഞാൻ ഒരു പടം വരച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് ദ ടെർഷറി സ്ട്രക്ചറിനകത്ത് നോക്കിയ മക്കളെ ഒരു കോയിൽഡ് സ്ട്രക്ചർ ആണ് ടെർഷറി സ്ട്രക്ചർ, ഹോളോസ്ഫെറിക്കൽ സ്ട്രക്ചറും. അത്രയും 3-4 കൂടി ചേരുന്നതാണ് നമ്മുടെ ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, NCERT-യിലും ഉണ്ട് ഇങ്ങനെ ഡോട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ ലൈൻസ് പോലെ ഒരു സാധനം, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കാമെങ്കിൽ കാണാൻ പറ്റും. ഇതും ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്ന എടുത്ത പിക്ചറാ. നോക്കടാ, ഇതുണ്ടോ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് അല്ലെ. അപ്പൊ ലാസ്റ്റ് ഞാൻ കാണിച്ച ക്വാട്ടർണറി സ്ട്രക്ചർ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ആണ്. നിങ്ങൾക്കൊക്കെ അറിയാം എൻസൈം എന്ന് പറയുന്ന ആൾക്ക് ടെർഷറി പ്രോട്ടീൻ അല്ലേ എൻസൈംസ്, ടെർഷറി സ്ട്രക്ചർ അല്ലേ എൻസൈമിന് വരിക അല്ലെ. നമുക്ക് അടുത്ത ടോപ്പിക് അതാ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി പിക്ചർ കണ്ടുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, ഇനി വേറൊരു ടേം ആണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. കേട്ടിട്ടുണ്ടോ? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. മക്കളെ നമുക്കറിയാം എഗ് ഒരു പ്രോട്ടീനേഷ്യസ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാ അല്ലെ. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഡോക്ടേഴ്സ് ഒക്കെ തന്നെ പറയാറുണ്ട് എന്താ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ എഗ് കഴിക്കണം, മിൽക്ക് കഴിക്കണം, അങ്ങനെ പറയാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത് അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ പറയാറില്ലേ. അപ്പൊ നിങ്ങൾ നോക്കാമെങ്കിൽ എഗ് വൈറ്റും എഗ് യോക്കും ഒക്കെ എന്താണ്? പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ പ്രോട്ടീനെ നശിപ്പിക്കുന്ന പരിപാടിന്റെ പേരാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഫിസിക്കൽ മെത്തേഡിൽ കൂടെയും പ്രോട്ടീനെ നമുക്ക് എന്താ പറയാ നശിപ്പിക്കാം, കെമിക്കൽ മെത്തേഡിൽ കൂടെയും പറ്റും. ഇപ്പൊ നമ്മൾ വീട്ടിൽ മുട്ട പുഴുങ്ങുന്നത്, അതായത് നമ്മുടെ എഗ് എന്ന് പറഞ്ഞത് അതിനകത്ത് എന്തുണ്ടാവും? ഈ പറഞ്ഞ എല്ലാ പ്രോട്ടീനും ഉണ്ടാകും. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ മാനർ അല്ലെ. സോ അതിന്റെ ബൈ ബർത്ത് ദൈവം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ബോഡിയിൽ അങ്ങനെയല്ലേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും നമുക്ക് തിങ്ക് ചെയ്യുന്നതിനപ്പുറത്താണ്, ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ ലിമിറ്റ് അല്ലെ. എത്ര ഭംഗിയായിട്ട്, എത്ര വെൽ ഓർഡേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ എഗ്ഗിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മക്കളെ. ഈവൻ എഗ് യോക്ക് ആണെങ്കിലും എഗ് വൈറ്റ് ആണെങ്കിലും അതിലെ പ്രോട്ടീൻസ് ഒക്കെ എന്തായിരിക്കും? മോർ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഡസന്റ് മാറ്റർ അബൌട്ട് ഐദർ ഇറ്റ്സ് എ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഓർ എ ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താണ് മോർ ഓർഡേർഡ് അല്ലേ. ഇത് വെള്ളത്തിലിട്ട് നമ്മൾ പുഴുങ്ങില്ലേ, ഈവൻ സ്റ്റീമറിനകത്ത് വെച്ച് കറണ്ട് വെച്ചിട്ട് പുഴുങ്ങാം കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന പറയുമ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് എഗ്ഗ് പുഴുങ്ങുന്ന സാധനം ഉണ്ടെങ്കിൽ പിന്നെ അത് ചോദ്യം ചെയ്യാൻ വരരുത്. കാരണം ഞാൻ എഗ്ഗ് പുഴുങ്ങുന്നത് മറ്റേ ആ കറണ്ടെ കുത്തുന്ന സാധനത്തെ വെച്ചിട്ടാണ്. നോർമലി എന്റെ വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടിരുന്നു. ഇപ്പോഴാണ് ഞാൻ കറണ്ടയിൽ അത് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. എന്താ ചെയ്യുന്നത്? നിങ്ങൾ എഗ്ഗ് ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാ? അടുക്കളയിലൊക്കെ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കണേ, അപ്പൊ കാണാൻ പറ്റും കേട്ടോ. വെള്ളത്തിനകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എഗ്ഗൊക്കെ ഇടുന്നു, തോടൊക്കെ പൊട്ടിപ്പോയിരിക്കാൻ സാധാരണ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങാറുള്ളത് അല്ലെ. എന്നാലും കൂട്ടി ഇടിച്ചതൊക്കെ പൊട്ടുന്നുണ്ട്. എനിവേ നല്ല വെൽ ഓർഡേർഡ് ആയിട്ടിരിക്കുന്ന ഈ എഗ്ഗ് നമ്മൾ എന്ത് ചെയ്തു? ഹാർഡ് മാസാക്കി മാറ്റും. അപ്പൊ അവിടെ സംഭവിക്കുന്ന പരിപാടി എന്താണെന്നറിയോ മക്കളെ? എന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ മെത്തേഡാ. ഇതേ പ്രോസസ്സ് തന്നെ പ്രോട്ടീനെ നമുക്ക് കെമിക്കൽ മെത്തേഡ് വെച്ചിട്ട് നാശകോശമാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇതിനകത്തോട്ട് നിങ്ങൾ ആസിഡോ ബേസോ ഒഴിക്കണം. അപ്പൊ ഓരോ അമിനോ ആസിഡുകൾക്കും എന്തുണ്ട് മക്കളെ? ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അമിനോ ആസിഡ്സ് അസിഡിക് ആവാം, ബേസിക് ആവാം, ന്യൂട്രൽ ആകാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് അമിനോ ആസിഡ് ആണ്. ഇപ്പം നമ്മൾ pH മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവന്റെ ക്യാരക്ടർ മാറും, ഇവൻ ചിലപ്പോൾ നശിച്ചു പോകുന്നുണ്ടാവും അല്ലെ. ഇവൻ ടെമ്പറേച്ചർ വെച്ചിട്ടും pH ചേഞ്ച്, ടെമ്പറേച്ചർ എന്ന ഫിസിക്കൽ മെത്തേഡാണ്, pH എന്ന് പറയുന്ന കെമിക്കൽ മെത്തേഡാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവനെ നമ്മൾ നശിപ്പിക്കുന്ന പരിപാടിന്റെ പേരാണ് ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം
എന്ത് സംഭവിക്കും? വെൽ ഓർഡേർഡ് ആയിട്ടിരുന്ന ഈ എഗ്ഗൊക്കെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് എന്ത് വരുന്നുണ്ട്? അത് നാശമായി പോവുക ചെയ്യുന്നത്. വെച്ചാൽ പ്രൈമറി ഒഴിച്ച് ബാക്കി എല്ലാ സ്ട്രക്ചറും നാശമായി പോകും. പ്രൈമറി എന്താണ്? ലീനിയർ സ്ട്രക്ചറിലെ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സെക്കൻഡറിക്ക് എന്ത് സംഭവിക്കും? ഇടക്കത്തെ ബോണ്ട് എല്ലാം പൊട്ടും. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ടും ഡൈസൾഫൈഡും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എല്ലാം പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഇത് അഴിഞ്ഞ് അങ്ങോട്ട് വീണു പോകും അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ബോണ്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ പറയാം, ഹെലിക്സിന്റെ ഇടയ്ക്കത്തെ ബോണ്ട് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഹെലിക്സ് ഇങ്ങനെ അഴിഞ്ഞു വരും അല്ലെ? പിന്നെ അതേപോലെ പ്ലീറ്റ് ആണെങ്കിലോ പ്ലീറ്റിന്റെ ഇടയ്ക്കത്തെ ബോണ്ട് പോയിക്കും, പ്ലീറ്റ് എല്ലാം ഇങ്ങനെ അഴിഞ്ഞു വരും. ശരിയല്ലേ? അപ്പം ഈവൻ അത് തന്നെ ടെർഷറിയിലും ക്വാട്ടർണറിയിലും വരുന്നു. അയ്യോ ഇതെല്ലാം കൂടെ അഴിഞ്ഞു പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ടോട്ടലി മെസ്സപ്പ് ആവും അല്ലെ? ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുക ചെയ്യുന്നത് അല്ലെ? ഇമാജിൻ ചെയ്ത ഈ സാധനങ്ങളെല്ലാം കൂടെ അഴിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. എക്സെപ്റ്റ് പ്രൈമറി സ്ട്രക്ചർ റെസ്റ്റ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് ചേഞ്ചസ്. അപ്പൊ ഇതിന്റെ പേരാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഈ പടം ഒന്ന് നോക്കിയാൽ മക്കളെ ഇത് കണ്ടോ? നോർമൽ പ്രോട്ടീൻ ആയിരുന്നു, എന്തൊക്കെയോ ഫോമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അഴിഞ്ഞ് റിബൺ പോലെ ആയി. കണ്ടോ? ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. കഷ്ടം അല്ലെ? എന്നിട്ട് നമ്മൾ ഈ എഗ്ഗിന്റെ ഈ എന്താണ് ഡീനേച്ചേർഡ് പ്രോട്ടീനാ കഴിക്കുന്നത്. നമ്മുടെ ബോഡി അതൊക്കെ എടുത്തോളും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഈ പച്ചമുട്ട കഴിച്ചാലേ ഇതെല്ലാം കൂടെ ബോഡിക്ക് നേരെ കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമുക്കത് മതി. വി ഷുഡ് ഗെറ്റ് സം പ്രോട്ടീൻ അല്ലെ? ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡീനേച്ചേർഡ് പ്രോട്ടീനകത്തുനിന്ന് നമ്മുടെ ബോഡി അതൊക്കെ അസിമിലേറ്റ് ചെയ്തോളും. സംഭവം പിടി കിട്ടിയോ? ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ടോപ്പിക്. അപ്പൊ 2 ക്ലാസ്സിലായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ദ എൻസൈം എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. എൻസൈംസ്. ഓക്കെ, എൻസൈം എന്ന് പറയുന്നതും എൻസൈം ആര് തന്നെയാണ് മക്കളെ? പ്രോട്ടീനേഷ്യസ് ബോഡിയാണ് എൻസൈം എന്ന് പറയുന്നത് അല്ലെ? സോ എൻസൈംസ് ആർ മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ ടെർഷ്യറി സ്ട്രക്ചർ ആണ് എൻസൈമിന് വരുന്നത്. പ്രോട്ടീൻ നമ്മൾ 4 സ്റ്റേജിലുള്ള സ്ട്രക്ചർ കണ്ടില്ല, അതിൽ ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനുകളാണ്. എൻസൈം ഒക്കെ ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനുകളാണ് അല്ലെ? അപ്പം നിങ്ങൾ കാറ്റലിസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ മക്കളെ? അപ്പൊ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈമുകൾ അല്ലെ? ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ് എൻസൈമാറ്റിക് റിയാക്ഷൻസ്. അപ്പൊ നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കേട്ടിട്ടുണ്ടാവും. ഒരു റിയാക്ഷനകത്ത് നമ്മൾ എന്തിനാ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്? ടു ഡിക്രീസ് ആക്ടിവേഷൻ എനർജി അല്ലെ? അപ്പൊ ചില റിയാക്ഷൻസ് ഒക്കെ തന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കാറ്റലിസ്റ്റിനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ബിക്കോസ് ഓഫ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിന്റെ സ്പീഡ് കൂടും, മോർ പ്രൊഡക്റ്റ് ഉണ്ടാവുക ചെയ്യുന്നത്. സ്പോണ്ടേനിയസ് റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യുള്ളൂ കേട്ടോ, അല്ലാത്ത റിയാക്ഷനെ ഒന്നും കാറ്റലൈസ് ചെയ്യില്ല. പിന്നെ ബോഡിക്കുള്ളിലായതുകൊണ്ട് പേടിക്കുകയും വേണ്ട കേട്ടോ, ബോഡിക്കുള്ളിലായതുകൊണ്ട് പേടിക്കുകയും വേണ്ട, അത് തന്നെ നടന്നോളും. ഓക്കെ, തമ്പുരാൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും മക്കളെ? കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, ക്യൂരിയോസിറ്റി കൂടുന്ന കുറെ ടോപ്പിക്കുകളാണ് അല്ലെ? എസ്പെഷ്യലി ബയോ സ്റ്റുഡൻസിനാകുമ്പോഴത്തേക്കും. എനിവേ, അപ്പം എന്താണ് ലിവിങ് ഓർഗാനിസംസിനകത്ത് എന്താണ് റിയാക്ഷൻസ് കറ്റലൈസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എൻസൈംസ്. എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ് കേട്ടോ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ആൻഡ് ദീസ് എൻസൈംസ് ആർ ഗ്ലോബുലാർ പ്രോട്ടീൻ. ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ എന്നല്ലേ നമ്മൾ കണ്ട? സ്പെറിക്കൽ ബോൾ പോലെ വരുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഇൻസുലിൻ, ഗ്ലോബുലിൻ ഒക്കെ നമ്മൾ കണ്ടതാണ്, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ് കേട്ടോ. സോ ദാറ്റ് മീൻസ് ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, ഇനി നമ്മൾ കാറ്റലിസ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ റിയാക്ഷനും ഓരോ കാറ്റലിസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? സ്പെസിഫിക് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആള്. നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റി മതി റിയാക്ഷൻ നടക്കാനായിട്ട്. എത്ര വലിയ റിയാക്ഷൻ ആണെങ്കിലും പിന്നീട് ലിറ്റിൽ എമൗണ്ട് ഓഫ് catalyst to do some chemical reactions. Okay, അപ്പം പക്ഷെ അതിന്റെ പ്രത്യേകത അത് സ്പെസിഫിക് ആണ്. കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന് ഒരു കാറ്റലിസ്റ്റേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹേബേഴ്സ് പ്രോസസ്സിനകത്ത് സ്പോഞ്ച് അയൺ അല്ലെങ്കിൽ അയൺ പൗഡർ ഓർ അയൺ ആസ് എ കാറ്റലിസ്റ്റ് പറയുന്നുണ്ട് അല്ലെ? അതേ കാറ്റലിസ്റ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല? കോണ്ടാക്ട് പ്രോസസ്സിന്. കുറച്ച് പേരെങ്കിലും ഈ പേരുകളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കണം. ഈവൻ 10th ക്ലാസ്സിൽ സ്റ്റേറ്റ് ബോർഡിൽ ഈ വാക്കുകളൊക്കെ കേൾക്കുന്നതാണ്. അപ്പം ഹേബേഴ്സ് പ്രോസസ് മീൻസ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ആണ്. ആൻഡ് കോണ്ടാക്ട് പ്രോസസ് മീൻസ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അവിടെ ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. ആൻഡ് ഐ തിങ്ക് സോ യു ഹാവ് സ്റ്റഡീഡ് എ ലോട്ട് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ഡിഫറെന്റ് റിയാക്ഷൻസ്. എന്റെ ഓർമ്മയിൽ വരുന്നത് സ്റ്റീഫൻസ് റിയാക്ഷൻ, സ്റ്റാനസ് ക്ലോറൈഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു അല്ലെ? പിന്നെ റോസൻമൺ റിഡക്ഷൻ, പലേഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് യൂസ് ചെയ്യുന്നു അല്ലേ? നിങ്ങൾ പഠിച്ച ഇഷ്ടം പോലെ കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. ഏതെങ്കിലും ഒരുത്തനെ ഓർക്ക്. ഇതിപ്പം നമ്മുടെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലേ എൻസൈം. അവന്റെയും വർക്കിംഗ് ഒക്കെ മറ്റവരെ പോലെ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെ തന്നെയാണ് വർക്കിംഗ് ഒക്കെ വരുന്നത് ബയോ കാറ്റലിസ്റ്റുകളും. അപ്പൊ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി മതി, പിന്നെ സ്പെസിഫിക് ആണ് എൻസൈംസ് അല്ലെ? അപ്പൊ മിക്ക
എൻസൈമുകളുടെ പേരുകളും എൻഡ് ചെയ്യുന്നത് ASCയിലാണ്. മിക്ക എൻസൈമുകളുടെയും പേര് എൻഡ് ചെയ്യുന്നത് ASCയിലാണ് കേട്ടോ മക്കളെ. മിക്കതും എൻസൈംസിനും പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണം, ശരിയല്ലേ? മിക്ക ആളുകളുടെയും പേര് എൻഡ് ചെയ്യുന്നത് ASCയിലാണ് കേട്ടോ. മിക്ക ആളുകളുടെയും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. നെയിം എൻഡ്സ് വിത്ത് ASE. ഓക്കെ, ASC. അപ്പൊ നമ്മൾ പറയുമ്പം ഫോർ എക്സാമ്പിൾ ഞാൻ റിയാക്ഷൻ പറയട്ടെ മക്കളെ. സുക്രോസിനെ എനിക്ക് എന്താക്കി മാറ്റണം? സുക്രോസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഓക്കെ, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് ഇൻവെർട്ടേസ്. ഉണ്ടോ? ഇൻവെർട്ടേസ്. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് യു ക്യാൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ഉപയോഗിക്കണം? സൈമേസ്. ഓക്കെ, കേട്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എൻസൈമിന്റെ പേര് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ സുക്രോസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ ദ എൻസൈം ഇൻവെർട്ടേസ്. അപ്പം ഇൻവെർട്ട് ഷുഗർ അല്ലേ, അതുകൊണ്ടാണ് ഇൻവെർട്ടേസ് പറയുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ഗ്ലൂക്കോസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് സൈമേസ്. ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇതായിരിക്കും. മാൾട്ടോസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് അല്ലെ. 2 യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് C1 C4 ലിങ്കേജ് നടക്കുമ്പോൾ കിട്ടുന്നതാണ് മാൾട്ടോസ്. മാൾട്ടോസ് ക്യാൻ ബി ഡിസോസിയേറ്റഡ് ഇൻ ടു ഗ്ലൂക്കോസ്. 2 യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം മാൾട്ടേസ് ആണ് അല്ലെ. മിക്ക എൻസൈമുകൾ ഓൾമോസ്റ്റ് ഉള്ളത്. ഇപ്പൊ ലാക്ടോബാസിലെ പോലെയുള്ളവരുടെ പേരുകൾ മാത്രമേ ASCയിൽ എൻഡ് ചെയ്യാത്തുള്ളൂ. നിങ്ങൾ ചോദിക്കും ട്രിപ്സിൻ പെപ്സിൻ ഒക്കെ എവിടാ മിസ്സേ ഇങ്ങനെ പേര് വരുന്നതെന്നൊക്കെ. അതുകൊണ്ട് അതൊന്നുമല്ല, മോസ്റ്റ് ഓഫ് ദ കേസിന്റെയും പേര് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ASCയിലാണ് അല്ലെ. ഇനി ചില എൻസൈമുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദേ ആർ ഓക്സിഡോ റിഡക്ടേസ്. ഞാൻ നോക്കട്ടെ, ആ പേര് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇല്ല, സം ഓഫ് ദം ആർ ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയും. ഓക്കെ, ഓക്സിഡോ റിഡക്ടേസ്. ഓക്കെ, ഓക്സിഡോ റിഡക്ടേസ് അതെന്താണെന്നറിയോടെ മക്കളെ? അപ്പൊ ലെറ്റ് കൺസിഡർ ദിസ് ഇസ് ആൻ എൻസൈം. ഇതിന്റെ ഈ ഒരു എൻഡ് എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രേറ്റെ പോയി പറ്റിപ്പിടിച്ചിരുന്നിട്ട് അവിടെ ഓക്സിഡേഷൻ നടത്തും. മറ്റേ എൻഡ് വേറൊരു സബ്സ്ട്രേറ്റെ പോയി പറ്റിപ്പിടിച്ചിരുന്നിട്ട് റിഡക്ഷൻ നടക്കും. അപ്പം ഒരെൻഡിന് ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവും അത് ഒരു സബ്സ്ട്രേറ്റില്, മറ്റേ എൻഡ് എന്ത് ചെയ്യുന്നു? വേറെ സബ്സ്ട്രേറ്റിലാ പോയിരുന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിഡക്ഷൻ നടക്കുക ചെയ്യുന്നത്. സച്ച് എൻസൈംസ് ആർ കോൾഡ് ഓക്സിഡോ റിഡക്ടേസ്. അപ്പൊ ആക്ച്വലി എൻസൈംസ് ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? എൻസൈംസ് ആർ ദ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഓർ ദ ബയോ കാറ്റലിസ്റ്റുകളാണ്. അപ്പം ഒരു ചെറിയ ക്വാണ്ടിറ്റി മതി വലിയ റിയാക്ഷൻ നടക്കാനായിട്ട്. അപ്പൊ വെരി സ്പെസിഫിക് ആണ്, നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഓൾ എൻസൈംസ് ആർ സ്പെസിഫിക് ഇൻ നേച്ചർ. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ, എൻസൈമിന്റെ മെക്കാനിസം ഉണ്ട്. എൻസൈമാറ്റിക് ആക്ഷന്റെ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പൊ ആ മെക്കാനിസം എൻസൈമിലൊക്കെ അൾട്ടിമേറ്റ്ലി എന്താ അവരുടെ പരിപാടി? ആക്ടിവേഷൻ എനർജി. കാരണം കാറ്റലിസ്റ്റിന് അതേ റോൾ തന്നെ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഈ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. മറ്റവൻ ചെയ്യുന്ന അതേ റോൾ തന്നെ ഇവിടെയും ചെയ്യുന്നത്. സോ ടു ഡിക്രീസ് ആക്ടിവേഷൻ എനർജി. അപ്പം ഇതിനൊരു മെക്കാനിസം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നാണ് കേട്ടോ. ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഓക്കെ, ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഓക്കെ, ആദ്യം ഞാനൊരു സബ്സ്ട്രേറ്റ് എടുക്കുന്നു. എനിമേ ഇതേ മക്കളെ, ഇതുണ്ടോ? ഇതൊരു സബ്സ്ട്രേറ്റ് ആണ്, റിയാക്ട് ചെയ്യാൻ പോകുന്ന ആളാണ്, സബ്സ്ട്രേറ്റ് ആണ്. ഇനി ഇവിടെ ഞാനൊരു എൻസൈം വരയ്ക്കുന്നു. സബ്സ്ട്രേറ്റ് ആൻഡ് എൻസൈം ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. എൻസൈം ചെറുത് മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്? വളരെ ചെറിയ ക്വാണ്ടിറ്റി എൻസൈം മതി ഈ സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ലോക്കും കീയും പോലെ ഇരിക്കുന്നത്. ഇതുണ്ടോ? ഇതൊരു ലോക്കും ഇതാണ് എന്താണ്? ഒരു കീയും പോലെ ഇരിക്കുന്നത്. ലോക്ക് ആൻഡ് കീ മോഡൽ അല്ലെ ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നാ പറയുന്നത്. നമ്മൾ എടുക്കുന്ന റിയാക്ടിങ് സ്പീഷീസ് ലാർജ് എമൗണ്ടിലും എൻസൈം ഒരു ചെറിയ എമൗണ്ടിലും മതി. അപ്പൊ ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ സെപ്പറേറ്റ് എടുത്തിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാവുക ചെയ്യുന്നത്. ഉണ്ടോ? ഇങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. മക്കളെ ഇതുണ്ടോ? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഇത്. ഇന്റർമീഡിയറ്റ് ആണ്, അൺസ്റ്റേബിൾ ആണ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇന്റർമീഡിയറ്റ് ട്രാൻസിഷൻ സ്റ്റേജ് അതൊന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ല. നമ്മളെ എന്താ പറയാ, ആ ഒരു ഇത് വെച്ച് നമ്മൾ പറയുകയാണ് ഇങ്ങനെയൊക്കെയാ ഉണ്ടാവുന്നതെന്ന് പറയുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. നല്ലതായിട്ട് പടം വരയ്ക്കാം. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. വലുതായി പോയോ പടം? എന്നിട്ട് ഫൈനലി നമുക്ക് എന്ത് വരുന്നുണ്ട്? യു വിൽ ഗെറ്റ് ബാക്ക് ദ എൻസൈം. കണ്ടോ? എൻസൈം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും.
ഇങ്ങോട്ട് വരയ്ക്കണോ? നമ്മൾ മുമ്പ് അങ്ങോട്ട് അവിടെ വരച്ചല്ലേ, എന്നാ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, കേട്ടോ. എൻസൈം കാറ്റലിസ്റ്റ് അല്ലേ, എൻസൈം പ്ലസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രോഡക്റ്റ്. പോരെ, പ്രോഡക്റ്റ്. ഉണ്ടോ? ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതാണ് മെക്കാനിസം. എൻസൈമാറ്റിക് ആക്ഷന്റെ മെക്കാനിസം ഇതാണ്. ലോക്ക് ആൻഡ് കീ മോഡൽ അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ്. എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ അടുത്തടുത്ത് വരുന്നു, എന്നിട്ട് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ദർ ഈസ് എൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. സോ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദിസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, അല്ലെ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ്. എന്നിട്ട് ഫൈനലി അത് എന്തായിട്ട് മാറുന്നുണ്ട്, അത് പ്രൊഡക്റ്റ് ആവുന്നത് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് ബാക്ക് ദ എൻസൈം അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇത്രയും വരെ വായിച്ചു വരുമോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. വായിച്ചു വരണം കേട്ടോ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.